ഇത് തോപ്പുംപടി. ഇവിടെ നിന്ന് ചെല്ലാനത്തേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. നേരത്തെ ഇറങ്ങാനുള്ള പ്രധാന കാരണം ചെല്ലാനം ഹാർബറിലൊന്ന് കയറണം. അവിടെ ചെന്നാൽ മീൻ ലേലം കാണാം. പോകുന്ന വഴിയരികില് പൂപ്പരുത്തി മരങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള പാടങ്ങളും. ഇവിടെ ചെമ്മീൻ കൃഷിയായിരിക്കാം ഒരു വർഷം നടത്താറുള്ളത്. ഇപ്പൊ ഒന്നും കാണുന്നില്ല. കടലിനരികിലൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ചെന്നാൽ നമുക്ക് കടൽ വ്യക്തമായിട്ട് കാണാം. തോപ്പുംപടിയിൽ നിന്ന് ചെല്ലാനത്തേക്കുള്ള ബസ് യാത്രയുടെ സമയം കൃത്യം 1 മണിക്കൂറാണ്. അങ്ങനെ എറണാകുളം ജില്ലയുടെ അതിർത്തിയിലുള്ള ചെല്ലാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിനു ശേഷം എനിക്ക് കുറച്ചു ദൂരം പുറകോട്ടേക്ക് നടക്കേണ്ടി വന്നു ഹാർബറിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്. ഞാൻ എത്തിയ സമയത്ത് അത്യാവശ്യം മീൻലേലൊക്കെ നടക്കുന്നുണ്ട്. മീനുമായിട്ട് ഒരു ബോട്ട് വരുന്നുണ്ട്. ഈ ബോട്ടിൽ എന്തൊക്കെ മീനുകളാണ് ഉള്ളതെന്നും പിന്നെ ഇവിടുത്തെ മീൻലേലവും നമുക്കൊന്ന് കാണാം. രൂപ 65 രൂപ 70 രൂപ 75 രൂപ 80 രൂപ 85 രൂപ 85 രൂപ 85 രൂപ 85 രൂപ 85 രൂപ 50 രൂപയിൽ വിളി തുടങ്ങി. ഇതൊരു കിലോയ്ക്ക് 85 രൂപയ്ക്ക് ഉറപ്പിച്ചു. 500 രൂപ പറയും. 500 രൂപ 500 ഈ വലിയ മീൻ 500 രൂപയ്ക്ക് ഉറപ്പിച്ചു. ഇവിടെ വെളിയിൽ നിന്നും ആൾക്കാർ മീൻ കൊണ്ടുവരുന്നുണ്ട്. ഈ സൈക്കിളിൽ വരുന്ന ചേട്ടൻ്റെ കയ്യിൽ ചെറിയ ചെറിയ കുറെ മീനുകളുണ്ട്. അതിന്റെ ലേലവിളി ഒന്ന് കണ്ടുവെക്കാം. അതില് ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. 200 രൂപ 200 രൂപ 200 രൂപ 200 രൂപ എല്ലാം കൂടി ആട്ടോ, മൊത്തമാണ് കേട്ടോ. എല്ലാം 200 200 200 200 200. ഞണ്ടും മറ്റു 2 മീനുകളും ഉൾപ്പെടെ 200 രൂപയ്ക്ക് ഉറപ്പിച്ചു. ബൈക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചാളമീന്റെ വില കിലോയ്ക്ക് വെറും 60 രൂപയുള്ളൂ. ഇതൊക്കെ പുറമെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 100 രൂപയെങ്കിലും വരും. പിന്നെ സൈസ് കുറവാട്ടോ. വില കൂടുതലുണ്ട് എന്ന് തോന്നിച്ചത് ചെമ്മീനിനാണ്. ഹോൾസെയിൽ വില 325 രൂപയാണ് കിലോയ്ക്ക്. റീറ്റെയിൽ കച്ചവടക്കാർ മാത്രമല്ല, വലിയ വലിയ കമ്പനിക്കാർ ഇവിടെ മീൻ എടുക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് വള്ളത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള വലയും മറ്റു കാര്യങ്ങളാണ്. ഒരു വള്ളം വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ഇനി ഇതില് വലയും മറ്റു കാര്യങ്ങളും കയറ്റിയതിനു ശേഷം മാത്രമേ വെള്ളത്തിലേക്ക് ഇത് ഇറക്കൂ. മീൻ ലേലം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മീൻ കച്ചവടക്കാരല്ലാതെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മീൻ മേടിക്കുന്നവർ കുറെ പേര് എത്തിയിട്ടുണ്ട്. ലേലം വിളിക്കുന്നവരെ അറിയാതെ ഇങ്ങനെ വരുന്നവർക്ക് ചിലർ മീൻ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് മീനുകളാണ് കേട്ടോ. ചെല്ലാനം എന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇവിടെയുള്ള ഒരു കപ്പൽ പള്ളിയാണ്. പള്ളിയല്ല, ശരിക്കും ഒരു കപ്പേളയാണ്. ചെല്ലാനം ശരിക്കും ആലപ്പുഴ ജില്ലയോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊതുക് ശല്യം കൂടുതലുണ്ടാകും. കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ചുറ്റും വെള്ളമാണെങ്കിലും കുടിക്കാൻ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലം ഈ ആലപ്പുഴ ജില്ലയും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. വൈകുന്നേരം 7 മണി ആയാൽ കൊതുകളുടെ ഒരു വരവുണ്ട്. എൻ്റെ ഫോട്ടോ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്